2011 പുറത്തിറങ്ങിയ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ആദ്യ പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ പിന്നെ പോവല്ലേ സിനിമയിലൂടെ യാത്ര. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ക്യാപ്റ്റനും ബക്കിയും ചേർന്ന് ഡോക്ടർ സോളയെ പിടിക്കാൻ വേണ്ടി ഒരു ട്രെയിനിൽ നിന്ന് ഫൈറ്റ് ഉണ്ടാകുകയും ഇതിനിടെ ബക്കി ട്രെയിനിൽ നിന്ന് താഴേക്ക് പോകുന്നത് വരെ അങ്ങനെ ബക്കി ക്യാപ്റ്റനെ വിട്ട് പോയിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് അവരുടെ കൂടെയുള്ളവൻ ഫ്രണ്ടിൽ ചെന്ന് ഡോക്ടർ സോളയെ പിടികൂടി വന്നു. അങ്ങനെ അന്ന് തന്നെ അവർ അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൂമിലേക്ക് എത്തിക്കുകയും അവിടേക്ക് അയാൾക്ക് കൊടുക്കാനുള്ള ആഹാരവുമായി കേണൽ കടന്നു ചെല്ലുന്നു. എനിക്ക് ഈ ആഹാരം വേണ്ട, ഇതിലെന്ത് വിഷമാണ് ചേർത്തതെന്ന് എനിക്കറിയില്ല എന്ന് സോള പറയുന്നു. ശരി, തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് കേണൽ പറയുന്നു. സാധാരണ ഹൈഡ്രയിലുള്ള ആരെ പിടിച്ചാലും അവർ തൊള്ളയിൽ വെച്ചിട്ടുള്ള സൈനൈഡ് കടിച്ച് മരിക്കുകയാണ് പതിവ്. പക്ഷേ താങ്കൾ അങ്ങനെ ചെയ്തില്ല. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നല്ലേ? ശരി, നിങ്ങളെ ജീവിക്കാൻ വിടാം. പക്ഷേ ജോഹാൻ സ്മിത്ത് ഇപ്പോൾ എവിടെയാണെന്നുള്ള വിവരം നിങ്ങൾ തരണമെന്ന് കേണൽ പറയുന്നു. അവനിപ്പോൾ ആൽസ് പർവ്വത നിലയിലാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവനെ പിടികൂടാൻ സാധിക്കില്ല. അത്രത്തോളം ശക്തനാണ് അവനെന്ന് പറയുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് കേണൽ ചോദിക്കുന്നു. ഈ ലോകം തന്നെ മുഴുവൻ കീഴടക്കുക എന്നാണ് അവൻ്റെ ലക്ഷ്യം. അതിനുശേഷം അവിടെ വിഷമിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് പെഗ്ഗി കാർട്ടർ കടന്നു ചെല്ലുകയും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ബക്കി മരിച്ചതിൻ്റെ വിഷമത്തിലാണ്. ഈ ലോകത്തുള്ള എല്ലാവരും എന്നോട് മോശമായിട്ടാണ് പെരുമാറിയത്. ഞാനൊരു കഴിവില്ലാത്തവനും ഒന്നിനും കൊള്ളാത്തവനുമായിട്ടായിരുന്നു ഈ നാട്ടുകാരുടെ വിചാരം. പക്ഷേ എന്നെ ഇത്രയ്ക്ക് മനസ്സിലാക്കിയത് അവനായിരുന്നു. എൻ്റെ കൺമുന്നിൽ വെച്ചാണ് അവനിപ്പോൾ നഷ്ടപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ അതൊരിക്കലും നിൻ്റെ തെറ്റല്ല, ഹൈഡ്ര കാരണമാണ് അവൻ മരണപ്പെട്ടത്. ഇതിനൊക്കെ കാരണം ആ ജോഹാൻ സ്മിത്ത് ആണെന്ന് പറയുമ്പോൾ ഞാൻ ഹൈഡ്രയെ പൂർണ്ണമായി തകർക്കാൻ പോവാം. ജോഹാൻ സ്മിത്തിനെ കൊല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ലെന്ന് ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ അന്ന് ആർമിയിലുള്ള എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. ജോഹാൻ സ്മിത്ത് ലോകം മുഴുവൻ പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണെന്നും ആദ്യമായി അമേരിക്കയിൽ നിന്നാണ് തുടങ്ങുന്നതെന്നും അവർ പറയുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കവനെ തന്നെ എത്ര സമയം കൂടിയുണ്ട്? വെറും 24 മണിക്കൂർ മാത്രം. ഇപ്പോഴത്തെ അവൻ്റെ താവളം ആൽസ് പർവ്വത നിലയിലെ ഈ ഭാഗത്താണെന്ന് കേണൽ പറയുന്നു. പക്ഷേ അവനെ എങ്ങനെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നു. അതിന് എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് ക്യാപ്റ്റൻ പറയുന്നു. അങ്ങനെ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് അയാളുള്ള സ്ഥലം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്മിത്തിൻ്റെ ആളുകൾ അവനെ പിടികൂടാൻ വേണ്ടി പുറകെ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ തൻ്റെ ബൈക്കിലെ 2 വള്ളി ഉപയോഗിച്ച് അവർ 2 പേരെ തീർക്കുകയും അതോടൊപ്പം മറ്റു 2 പേരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ ഗ്രാനേഡ് പൊട്ടിച്ച് അവർ 2 പേരെയും തീർത്തതിന് ശേഷം അവിടുന്ന് കൂളായി പോകുന്നു. അങ്ങനെ അവൻ ഓരോ അടിയുടെ എല്ലാവരെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ താവളം എത്താനാകുമ്പോൾ അവിടെയുള്ള വണ്ടി അവനെ ആക്രമിക്കാൻ വരുമ്പോഴേക്കും ബൈക്കിലുള്ള ടെക്നോളജി വെച്ച് അവൻ ആ വണ്ടി തകർത്ത് കളയുന്നു. നേരെ അതുവഴി ഉള്ളിലേക്ക് കയറി ചെന്ന് എല്ലാവരെയും ഇടയിലൂടെ രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരിടത്ത് വെച്ച് ബൈക്ക് എറിഞ്ഞു കളയുകയും അത് അവിടെ പോയി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ അവിടെ ഉള്ളവരുമായി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും എല്ലാത്തിനെ അടിച്ച് പഞ്ചറാക്കുകയും ചെയ്യുന്നു. അതിനിടെ കുറേ പേർ തീയുമായി ഒരുമിച്ച് അവനെ വളയുകയും അവനെ പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനിപ്പോൾ പിടിച്ച് ജോൺ സ്മിത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടി. നീ എൻ്റെ ആളുകളെല്ലാം കൊന്നു. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിനക്ക് ശക്തി എന്ന ഡോക്ടർ എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഭ്രാന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ക്യാപ്റ്റൻ പറയുകയും ഇതോടെ അവൻ ദേഷ്യത്തിൽ ക്യാപ്റ്റനെ അടിച്ച് പഞ്ചറാക്കി അവിടെ ഇട്ട ശേഷം ഇത് നിനക്ക് ജീവിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ തോക്കെടുത്ത് അവനെ വെടിവെക്കാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് കുറച്ച് ഹുക്കുകൾ അവിടെ വന്ന് കൊളുത്തുകയും കുറേ പേർ അതുവഴി തൂങ്ങി വന്ന് അവരുടെ റൂമിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റനും ചാടി എണീച്ച് ഫൈറ്റ് തുടങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ക്യാപ്റ്റൻ്റെ ഒരു പ്ലാന് മാത്രമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവിടുന്ന് ഓടുന്ന ജോൺ സ്മിത്തിനെതിരായിട്ട് ക്യാപ്റ്റൻ ഓടിയിരിക്കുകയാണ്. ക്യാപ്റ്റൻ്റെ കൂടെയുള്ളവർ ഉള്ളിലെത്തി വരും കാരനെ അണിക്കുകയും ഒരുപാട് സൈന്യത്തെ അങ്ങോട്ടേക്ക് വിടുകയും ചെയ്യുന്നു. ബാക്കിയുള്ളവർ അങ്ങോട്ട് കയറി ചെന്ന് ഹൈഡ്ര തകർക്കാൻ വേണ്ടി എല്ലാവരും അവിടെ എത്തുകയും അവരുമായി പൊരിഞ്ഞൊരു ഫൈറ്റ് തന്നെ നടക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റനും സ്മിത്തും ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ അയാൾ ഒരു വാതിലൂടെ കടക്കുന്നത് കണ്ട് അവൻ ഷീൽഡറിനെ അത് തടഞ്ഞു നിർത്തുകയും എന്നാൽ അപ്പോഴേക്കും ഒരുത്തൻ ഫയർ എഞ്ചിൻ കൊണ്ട് അവിടേക്ക് വരുന്നത് കണ്ട് ഏജന്റ് കാർട്ടർ വന്ന് അവനെ വെടിവെച്ച് പുകയ്ക്കുന്നു. ഇതോടെ രക്ഷപ്പെടുന്ന ക്യാപ്റ്റൻ അവളുടെ അടുത്ത് വന്ന് ഇപ്പോൾ സമയമില്ല, ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്മിത്തിനെ പിടിക്കാൻ വേണ്ടി പുറകെ പോകുന്നു. അപ്പോഴേക്കും കേണൽ ഉൾപ്പെടെ എല്ലാവരും അവിടെ എത്തിയിരിക്കുകയാണ്. ഈ സമയം സ്മിത്താണെങ്കിൽ വിമാനത്തിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി പോവുകയും അവൻ്റെ കയ്യിലുള്ള മറ്റേ ആ ക്യൂബൊക്കെ സുരക്ഷിതമായി അവിടെ വെച്ച് വിമാനം സ്റ്റാർട്ട് ചെയ്യുകയും ന്യൂയോർക്ക് സിറ്റി ലക്ഷ്യമാക്കി അവിടേക്ക് പറക്കാൻ വേണ്ടി നിൽക്കുകയും വിമാനം പുറപ്പെട്ടത് കണ്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ അവിടെയുള്ളവരൊക്കെ അടിച്ചിട്ട് അതിൻ്റെ പിറകെ നല്ല ഫാസ്റ്റിൽ ഓടുകയാണ്. എന്നാൽ ഈ സമയം കൊണ്ട് വിമാനം വളരെ വേഗത്തിൽ വിട്ടുപോവുകയും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കേണലും കോട്ടറും വന്ന് വണ്ടിയിൽ കയറാൻ പറയുകയും അങ്ങനെ അതുകൊണ്ട് അവർ വിമാനത്തിന് നേരെ പാഞ്ഞു പോവുകയും ചെയ്യുന്നു. വിമാനമാണെങ്കിൽ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് കേണൽ സ്മിത്തിൻ്റെ കാറിലെ ഒരു സ്വിച്ച് നിൽക്കുകയും കാറ് നല്ല ഫാസ്റ്റിൽ വിമാനത്തിൻ്റെ അടുത്തെത്തുമ്പോഴേക്കും
ക്യാപ്റ്റൻ ലാൻഡിംഗ് ഗിയറിങ്ങിൽ പാഞ്ഞു കയറുകയും കേണലാണെങ്കിൽ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് അവിടെ നിർത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ക്യാപ്റ്റൻ പിടിച്ച ലാൻഡിംഗ് ഗിയർ വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയും അങ്ങനെ ഉള്ളിലെത്തി ക്യാപ്റ്റൻ അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കുറേ പേർ ക്യാപ്റ്റനെ ആക്രമിക്കാൻ വരികയും എന്നാൽ അവന്മാരെല്ലാം അടിച്ച് പാഞ്ചറാക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും ആ വിമാനത്തിലുള്ള ഒരുത്തൻ മിസൈലുമായി ഓർന്ന് പോകുന്നത് കണ്ട് ക്യാപ്റ്റനോട് ചെന്ന് അവനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും വേറെ ഒരുത്തൻ അടിച്ചിടുകയും ഇതോടെ അവർ രണ്ടുപേരും മുകളിൽ നിന്ന് ആ മിസൈൽ താഴേക്ക് പോവുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ മുകളിലുണ്ടെന്നറിഞ്ഞ് അത് ഓടിക്കൊന്നാൽ ക്യാപ്റ്റനെ മറിച്ചിടാൻ ആവുന്ന പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്നാൽ ക്യാപ്റ്റൻ അതൊക്കെ തരണം ചെയ്ത് എങ്ങനെയും പിടിച്ചു നിൽക്കുകയും അതിൻ്റെ ഡ്രൈവർ സീറ്റ് കൊടുന്ന് പൈലറ്റിനെ അവിടുന്ന് പാർത്തി വിടുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ അതിൽ കയറി നേരെ ആ വിമാനം ലക്ഷ്യമാക്കി അവിടെ നിന്ന് പറന്നു പോകുന്നു. എന്നാൽ ഇത് കാണുന്ന ജോൺ സ്മിത്ത് വിമാനത്തിലൂടെ അവനെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ നിന്നൊക്കെ എങ്ങനെയും രക്ഷപ്പെട്ട് അവൻ നേരെ പറന്നു നിന്ന് വിമാനത്തിൻ്റെ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് ഇടിച്ച് കയറ്റുന്നു. ഉള്ളിലേക്ക് എത്തിയ ക്യാപ്റ്റൻ അവിടെ നിന്ന് തൻ്റെ ഷീൽഡും എടുത്ത് നേരെ പോവുകയാണ്. ഇപ്പോൾ അവൻ സ്മിത്തിൻ്റെ ക്യാബിലാണുള്ളത്. അവിടെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അവൻ എടുപ്പോയെന്നറിയാതെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പുറകിലൂടെ വെടിവെക്കാൻ ശ്രമിക്കുന്നത് അവൻ തടയുന്നു. ശേഷം ഓടി ചെന്ന് അവരുമായി ഒരു പരിഞ്ഞ ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടും നല്ല ഫൈറ്റിനിടെ അവർ തെറിച്ചു പോയി വിമാനത്തിൻ്റെ ലിവറിലേക്ക് പോവുകയും അത് കുത്തനെ താഴേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ചും അവർ ആടി കൂടിക്കൊണ്ട് നിൽക്കുന്നതിനിടെ ക്യാപ്റ്റൻ ഔട്ട് തെറിപ്പിച്ചതിന് ശേഷം സ്മിത്ത് നേരെ ചെന്ന് അത് ഓട്ടോ പൈലറ്റിലേക്ക് മാറ്റുന്നു. ശേഷം തോക്കുമായി ക്യാപ്റ്റൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയും നിനക്ക് എന്നെക്കാളും ശക്തിയുണ്ട്, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ പട്ടാളത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ജോലി ചെയ്ത് നടക്കുകയാണെന്ന് അവനോട് ചോദിക്കുന്നു. അങ്ങനെ വെടിവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഷീൽഡ് കറക്കി എറിയുകയും അവൻ ക്യൂബിൻ്റെ മുകളിലേക്ക് വീഴുന്നതോടെ അത് മുഴുവൻ തകർന്ന് തരിപ്പണമാവുകയാണ്. സ്മിത്ത് എന്നിട്ട് അത് സാധനം തൻ്റെ വെറും കയ്യിൽ പിടിക്കുകയും എന്നാൽ അതിന് ശക്തി അവന് താങ്ങാൻ കഴിയാതെ വരികയും പെട്ടെന്ന് എന്തൊക്കെ സംഭവിച്ച് അയാൾ അതിൻ്റെ ശക്തിയിലൂടെ കയറി നേരെ മറ്റൊരു പ്ലാനറ്റിലോട്ട് ട്രാൻസ്പോർട്ട് ആവുന്നു. അങ്ങനെ അവൻ പോയതിനു ശേഷം ആ ക്യൂബ് നിലത്ത് വീണ് വിമാനം തുളച്ചുകൊണ്ട് അടിയിലേക്ക് പോകുന്നു. അങ്ങനെ ക്യാപ്റ്റൻ നേരെ പൈലറ്റ് സീറ്റിൽ കയറിയിരിക്കുന്നു. നോക്കുമ്പോൾ വിമാനം ന്യൂയോർക്ക് സിറ്റിയിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതോടെ ക്യാപ്റ്റൻ വയർലെസ്സിലൂടെ കോർട്ടനോട് സംസാരിക്കുകയും ഈ വിമാനം ഇപ്പോൾ ന്യൂയോർക്കിലാണ് പോകുന്നത്, ഇതിലാണെങ്കിൽ ഒരുപാട് മിസൈലുകളും ഉണ്ട്, ഇതെങ്ങാനും ന്യൂയോർക്കിലെത്തിയാൽ ഒരുപാട് പേര് മരിക്കും, എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ എന്തായാലും ഇത് ഒരാളഞ്ഞ സ്ഥലത്ത് ഇടിച്ചിറക്കാൻ വേണ്ടി പോവുകയാണെന്ന് ക്യാപ്റ്റൻ പറയുന്നു. വേണ്ട നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ചെയ്താൽ നീയും കൂടി മരിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇതല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ആളൊഴിഞ്ഞ മഞ്ഞ പ്രദേശത്തേക്ക് വിമാനം കുത്തനെ ഇറക്കുന്നു. എന്നിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഞാൻ തിരിച്ചു വരാമെന്ന് നിനക്ക് വാക്ക് തന്നതായിരുന്നു, നമുക്കൊരുമിച്ച് ഡാൻസ് കളിക്കാമെന്നും ഒരുമിച്ച് പാർട്ടിക്ക് പോകാമെന്നൊക്കെ, പക്ഷേ എനിക്കിനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങാനും എനിക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിന്നോടൊപ്പം ഡാൻസ് കളിക്കാൻ ഞാൻ വരും. കൃത്യം 8 മണിക്ക് നീ റെഡിയായി നമ്മുടെ ക്ലബ്ബിലേക്ക് വരണമെന്ന് പറയുന്നു. വിമാനം നേരെ മഞ്ഞിലേക്ക് ഇടിച്ചിറങ്ങി സിഗ്നൽ മുഴുവൻ അങ്ങ് കട്ടാവുകയും ചെയ്യുന്നു. ഇതോടെ അവർക്ക് ആകെ വിഷമമായിരിക്കുകയാണ്. ഏജന്റ് കാർട്ടർ ആണെങ്കിൽ അവിടെ ഇരുന്ന് അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആ വലിയ വിമാനം മഞ്ഞിൽ കിടന്ന് അത് മഞ്ഞിൻ്റെ അടിയിലേക്ക് മൂടിപ്പോകുന്നു. അങ്ങനെ യുദ്ധത്തിലൊക്കെ ആർമിക്കാരും നാട്ടുകാരും ജയിച്ചതിൻ്റെ പേര് സന്തോഷിച്ചിങ്ങനെ പാർട്ടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ശാസ്ത്രജ്ഞനായ സ്റ്റാർക്ക് ഒരു ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിൽ നിന്ന് ടെസറാക്ട് ട്യൂബ് കണ്ടെത്തുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റനെയാണ്. അവനാണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ താൻ ഏതോ ഒരു റൂമിലിരിക്കുകയാണ്. താനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നും ഒന്നും മനസ്സിലാകാത്തത് കൊണ്ട് അവൻ അവിടേക്ക് നോക്കുമ്പോൾ ഒരു റേഡിയോ ഓണാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ കമൻട്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉടൻ ഒരു പെൺകുട്ടി അവിടേക്ക് വരികയും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ എവിടെയാണെന്ന് അവൻ ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ പറയുമ്പോൾ അവന് മൊത്തത്തിൽ ഡൗട്ട് അടിക്കുകയും സത്യം പറ ഞാൻ അവിടെയാണ്, ഈ കമൻട്രി നടക്കുമ്പോൾ ഞാൻ ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ക്യാപ്റ്റൻ പറയുന്നു. അതുകൊണ്ട് ഇത് ലൈവായി സംഭവിക്കാൻ ഒരു ചാൻസുമില്ല, ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഈ സമയം അവർ പേടിച്ച് ഒരു സിറ്റി നിൽക്കുകയും കുറച്ച് ഗാർഡുകൾ അവിടേക്ക് വരികയും ചെയ്യുന്നു. എന്നാൽ അവൻ അവരെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ എവിടെയാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നേരെ പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഒരു ഓഫീസ് പോലെ എന്തോ സംഭവത്തിലാണ് അവൻ നിൽക്കുന്നത്. ഇതോടെ അവൻ അവിടെ ഉള്ളവരെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങിയോടി വെളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ ഞെട്ടിപ്പോകുന്നു. പുതിയ ഒരു ലോകത്താണ് അവനിപ്പോൾ ഉള്ളത്. ഇതുവരെ കാണാത്ത പലതരത്തിലുള്ള ടെക്നോളജികളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് അവൻ അതിശയിച്ച് നിൽക്കുമ്പോൾ ഒരുപാട് കാറുകൾ അവനെ വളയുകയും നിങ്ങൾ പേടിക്കാതിരിക്കാൻ ഒരാൾ അവനോട് പറയുകയും ചെയ്യുന്നു. അത് നിക് ഫ്യൂറിയാണ്. അദ്ദേഹം അവൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിങ്ങളോട് ഇതിനെപ്പറ്റി സാവധാനം പറഞ്ഞാൽ മതി എന്ന് കരുതിയാണ് നിങ്ങൾ ആ റൂമിലിട്ടത്, പക്ഷേ നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ 70 വർഷമായി മഞ്ഞിനടിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഇപ്പോൾ 2011 ഈ പുതിയ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറയുമ്പോൾ അവന് ആകെ വിഷമമാവുകയും എനിക്ക് 8 മണിക്ക് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയോടെ അവസാനിക്കുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ ദേഹത്ത് സെറം കുത്തിവെച്ചത് കൊണ്ട് അവൻ അത്ര പെട്ടെന്നൊന്നും മരിക്കുകയില്ല. അന്നത്തെ അപകടത്തിന് ശേഷം 2011 ആളുകൾ റിസർച്ച് ചെയ്ത് അവനെ കണ്ടെത്തുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അതാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്.
2011 $140 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $370 ബില്യൺ ബോക്സ് ഓഫീസിന് കളിച്ചു നേടിയത്. വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ.